ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. പന്മന ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു വിതരണം. മത്സ്യത്തൊഴിലാളികൾക്ക് കച്ചവടം ചെയ്യാൻ വേണ്ടിയാണ് ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തത്. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് കച്ചവടത്തിനായി ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തത്. 2025-26 പന്മന ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫിഷറീസ് വകുപ്പ് വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യവില്പനയ്ക്കായി 2 വീലറും അതുപോലെ തന്നെ ഐസ് ബോക്സും വിതരണം ചെയ്യുന്ന പദ്ധതി. ആ പദ്ധതിക്ക് നമ്മൾ അടങ്കൽ തുക ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് 4 ലക്ഷം രൂപയാണ്. അതിൽ 50% നമ്മൾ സബ്സിഡി ഒരു വണ്ടിക്ക് നമ്മൾ കൊടുക്കുന്നു. ഒരു വണ്ടിക്കും ഐസ് ബോക്സിനും കൂടെ ചേർന്നിട്ട് ഒരു യൂണിറ്റ് വിലയെന്ന് പറയുന്നത് 80,000 രൂപയാണ് നമ്മുടെ പദ്ധതി പ്രകാരം കൊടുക്കുന്നത്. അതിൽ നമുക്ക് ഈ പഞ്ചായത്തിൻ്റെ ബെനിഫിഷ്യറി ലിസ്റ്റിൽ നിന്ന് നമുക്ക് 5 പേർക്ക് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. 50% സബ്സിഡിയോടുകൂടിയായിരുന്നു വിതരണം. പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു. 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മത്സ്യ വിപണനത്തിനായി രജിസ്റ്റേർഡ് മത്സ്യത്തൊഴിലാളികൾക്ക് 50% സബ്സിഡി നിരക്കിൽ ഇരുചക്ര വാഹനങ്ങൾ നൽകുന്ന പദ്ധതിയുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നിർവഹിക്കപ്പെടുന്നത്. നമ്മുടെ പ്രദേശത്ത് മത്സ്യവിപണനവുമായി ബന്ധപ്പെട്ട ജീവിത മാർഗത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾക്ക് പലപ്പോഴും ആവശ്യമായ പിന്തുണ സഹായങ്ങൾ പലപ്പോഴും ലഭിക്കാറുണ്ട്. അത്തരം ആളുകൾക്ക് മെച്ചപ്പെട്ട നിലയിലേക്ക് ജീവിത സാഹചര്യങ്ങൾ മാറ്റിയെടുക്കുന്നതിനും സൗകര്യപ്രദമായ നിലയിൽ മത്സ്യവിപണനം നടത്തുന്നതിനും വേണ്ടി ഒരാശ്വാസം എന്ന നിലയിലാണ് ഈ പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത്. ഈ പദ്ധതിയുടെ പ്രയോജനം തീർച്ചയായും നമ്മുടെ ഓരോ പ്രദേശത്തെയും മത്സ്യവിപണനത്തിന് ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. വൈസ് പ്രസിഡന്റ് ഷംന റാഫി അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബി സുകന്യ, ജനപ്രതിനിധികളായ സുജ ഷിബു, സുധീന, ശാലിനി, ശ്രീകല, രഞ്ജിത്ത്, താജ് പോരൂക്കര, സലിജ, ഹസീന എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.